പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തിനായി സർവശക്തനായ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സ്റ്റെയിൻസ് ആൻഡ് ഗ്ലാഡീസ് ക്രിയേഷൻ എന്ന ഈ ഫേസ്ബുക്ക് പേജിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിലേക്ക് എന്നെ ക്ഷണിച്ചതായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ CT മാത്യുവിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ മുഖാന്തരമാണ് ഈ ഫേസ്ബുക്ക് പേജിൽ ദൈവവചനവുമായി നിൽക്കുവാനിടയായത്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ CT മാത്യു എറണാകുളം, അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ എൻ്റെ സുഹൃത്തും സഹപാഠിയുമായിരുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജൻ, അദ്ദേഹത്തോടുള്ള നന്ദിയെ അറിയിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, ലോകമൊട്ടാകെ മഹാമാരിയാൽ ആളുകൾക്ക് ഒരുമിച്ച് കൂടുവാനോ ഒരുമിച്ച് ആരാധിക്കുവാനോ ഉള്ള സാഹചര്യങ്ങൾ വളരെ പരിമിതമായിരിക്കുന്നു. ഈ കാരണത്താൽ നവമാധ്യമങ്ങൾ സുവിശേഷീകരണത്തിന് വളരെയധികം ഉപയോഗപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നവമാധ്യമങ്ങളിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരിക്കുന്ന ആളുകളിലേക്ക് സുവിശേഷ സത്യങ്ങൾ എത്തിക്കുവാൻ തക്കവണ്ണം ഈ കാലഘട്ടത്തിൽ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതുപോലെയുള്ള ഫേസ്ബുക്ക് മാധ്യമങ്ങളിലൂടെ, ഈ നവമാധ്യമത്തിലൂടെ ദൈവവചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്ന അനേക ആളുകളുണ്ട്. അവരെയെല്ലാം സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം കാലഘട്ടത്തിലും മനുഷ്യഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ദൈവവചനം. ഏത് കാലഘട്ടത്തിലുമുള്ള ചരിത്രം നാം പഠിച്ചാൽ നരഭോജികളെ നരസ്നേഹികളാക്കിയ ദൈവത്തിൻ്റെ വചനം അനേക ആളുകൾക്ക് പാപമോചനവും രൂപാന്തരവും ദൈവവചനം വരുത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായി ലോകചരിത്രത്തിൽ ഇതുപോലെ മനുഷ്യ ഹൃദയത്തെ, വ്യക്തികളെ സ്വാധീനിച്ച ഒരു സത്യമില്ല, മാധ്യമമില്ല ദൈവവചനത്തെ പോലെ. ഏതൊരു ഉൽപ്പന്നവും മാർക്കറ്റിൽ സുലഭമായി വരുമ്പോൾ സ്വതവേ അതിൻ്റെ വില ഇടിയാറുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്ന് ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളിലൂടെയും എല്ലാ കാലഘട്ടത്തിലും എല്ലാ 24 മണിക്കൂറിലും ആളുകളുടെ ഇടയിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്ന, വളരെ സുലഭമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ദൈവവചനം. അപ്പോൾ ദൈവവചനം ഇങ്ങനെ ധാരാളമായി കേൾക്കുന്നത് കൊണ്ട് പല ആളുകളും ഇതിനെ കാര്യമായി ശ്രദ്ധിക്കാറില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം സുലഭമായിട്ട് ഇന്ന് കേൾക്കുകയാണ്. സുലഭമായി ലഭിക്കുന്നതെല്ലാം വിലയില്ലാത്തതാണ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. പലപ്പോഴും സുലഭമായി നമുക്ക് ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ ലഭിക്കുന്നുണ്ട്, സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ട്, ഊർജം ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് സുലഭമാണ്. എന്നാൽ ഇതിൻ്റെ കുറവ് എപ്പോഴെങ്കിലും വരുമ്പോഴാണ് അതിൻ്റെ വില നാം മനസ്സിലാക്കുന്നത്. സുലഭമായി എന്തുകൊണ്ടാണ് ദൈവം ഇത് നൽകിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇതിന് വില കൊടുക്കാൻ ആളുകൾക്ക് കഴിയില്ല, വില കൊടുത്തു തീർക്കാൻ ആളുകൾക്ക് കഴിയില്ല. അതുകൊണ്ടത്ര ഇത് സുലഭമായി ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, ദൈവവചനവും ഇന്ന് സുലഭമാണ്. 24 മണിക്കൂറും ദൈവത്തിൻ്റെ വചനങ്ങൾ വാർത്താ മാധ്യമങ്ങളിലൂടെ, നവമാധ്യമങ്ങളിലൂടെ, TV-യിലൂടെ, റേഡിയോയിലൂടെ ഒക്കെ ലോകത്തോട് ഇടതടവില്ലാതെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന, കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദേശമാണ് ദൈവവചനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദൈവവചനം സുലഭമായി ലഭിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ നമ്മൾ ഓർക്കും ഇതിന് വിലയില്ലെന്ന്. ഒരിക്കലുമല്ല. ഇത് നമുക്ക് വില കൊടുക്കാൻ
ഇതിന് വില കൊടുക്കാനായിട്ട് നമുക്ക് കഴിയാത്തത് കൊണ്ട് സർവശക്തനായ ദൈവം ഇത് സുലഭമായി മനുഷ്യ കുടുംബത്തിന് നൽകിയിരിക്കുകയാണ്. എന്നാൽ ഒരു കാലഘട്ടം വരും എന്ന് ബൈബിൾ പറയുന്നുണ്ട്. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, ദൈവവചനം കേൾക്കാനുള്ളതായ ഒരു ദാഹം മനുഷ്യനിലേക്ക് വരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇന്ന് സുലഭമാണ്, നാളെ ഇത് ലഭിക്കാതെ പോകാം എന്ന വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് ആമേൻ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നൂറ്റാണ്ടുകളായി മനുഷ്യഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു. പലപ്പോഴും ദൈവവചനം വായിക്കണം എന്ന് ക്രൈസ്തവരായ ആളുകളുടെ ഉള്ളിൽ താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുന്ന ആളുകൾ ദൈവവചനം വായിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരു ദിവസം ദൈവവചനം വായിച്ചില്ലെങ്കിൽ പലപ്പോഴും അവർക്ക് എന്തോ ഒരു കുറവ് പോലെയാണ്. അപ്പോൾ ദൈവവചനം വായിക്കാനായിട്ട് ആളുകൾ താല്പര്യപ്പെടുന്നുണ്ട്. ദൈവവചനം വായിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ദൈവവചനം നമ്മെ വായിപ്പാൻ ഇടയായിത്തീരണം. ദൈവത്തിൻ്റെ വചനം നാം എത്ര അധ്യായം വായിച്ചു എന്നുള്ളതല്ല, എത്ര വചനം നമ്മെ വായിച്ചു, നമ്മുടെ ജീവിതത്തെ വായിച്ചു, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ വചനം വായിച്ചെടുത്തു. നമുക്ക് എത്രത്തോളം ആ വചനം നമ്മെ വായിച്ച് നമുക്ക് രൂപാന്തരപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലുത്. ഈ പകലിലും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കേവലം ഒരു സന്ദേശം കേൾക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഈ വചനം നമ്മെ വായിപ്പാൻ, നമ്മുടെ ഹൃദയത്തിൽ ബലം നൽകുവാൻ, നമുക്ക് ആത്മീക ശക്തി പകരുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വന്നല്ലോ, ഏതൊരു കാലഘട്ടത്തിലുമുള്ള മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ഒന്നത്രേ. ഈ ദൈവവചനം ഈ ദിവസങ്ങളിൽ കേൾക്കുമ്പോൾ അത് ഗൗരവമായി തന്നെ സ്വീകരിക്കുവാനും ആ ഗൗരവതയോടെ അതിനെ സ്വീകരിച്ചുകൊണ്ട് ദൈവവചന പ്രകാരം ജീവിക്കുവാൻ തക്കവണ്ണം ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കട്ടെ. ഇന്ന് ഈ ഫേസ്ബുക്ക് പേജിലൂടെ ദൈവവചനം കേൾക്കുന്നവരുണ്ട്. ഒരുപക്ഷെങ്കിൽ ഇത് സേവായതിനു ശേഷം പിന്നീട് കേൾക്കുന്നവരുണ്ടാകാം, പലർക്ക് ഷെയർ ചെയ്യുന്നുണ്ടാകാം. എവിടെല്ലാം എത്തപ്പെടുന്നുവോ അവിടെയെല്ലാം വലിയ അനുഗ്രഹവും നന്മയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്കിന്ന് പകലിൽ കേൾക്കുന്നത് അതൊരു അനുഗ്രഹമായി തീരട്ടെ. ഇന്ന് മാത്രമല്ല, എപ്പോഴെല്ലാം ദൈവവചനം നാം കേൾക്കുന്നുവോ ആ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും നന്മയുമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ ഫേസ്ബുക്ക് പേജിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനവും സ്നേഹവും നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കപ്പെട്ട ഒരു വാക്യം അതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആമേൻ സ്തോത്രം ഞാൻ എൻ്റെ സന്ദേശം അവസാനിപ്പിക്കുന്നതായിരിക്കും. ആമേൻ. ഇന്ന് ഈ പകലിൽ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വചനം ഇതാണ്. സദൃശവാക്യങ്ങൾ 15-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 24-ാം വാക്യം. പ്രൊവേർബ്സ് ചാപ്റ്റർ 15 വേഴ്സ് 24. അവിടെ ഇങ്ങനെയാണ് നാം കാണുന്നത്: ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകും. ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു. ആമേൻ. ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകുന്നു. ആമേൻ. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ജ്ഞാനിയായ വ്യക്തിയാണ് ഈ സദൃശവാക്യം എഴുതിയത് എന്ന് നമുക്കറിയാം. കാരണം ആമേൻ, പ്രൈസ് ദി ലോർഡ്, സോളമൻ, ദ കിങ് ഓഫ് സോളമൻ, ശലോമോന്റെ സദൃശവാക്യത്തിലെ ഒരു ഭാഗമാണ് ഞാനിവിടെ വായിച്ചത്. അപ്പോൾ ശലോമോന് അങ്ങ് ഭിത്തിയിൽ ഇഴഞ്ഞു നടക്കുന്ന പല്ലിയെ മുതൽ പാറയുടെ പിളർപ്പിൽ കുഴിയുണ്ടാക്കി അല്ലെങ്കിൽ കുഴിമുയലിനെ കുറിച്ച് വരെ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്, ജ്ഞാനം പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ശലോമോൻ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ശലോമോന്റെ ജ്ഞാനത്തെക്കുറിച്ച്, ബുദ്ധിയെക്കുറിച്ചുള്ള ഖ്യാതി വലുതാണ് എന്ന് നമുക്കെല്ലാം അറിയാം. ചരിത്രം അംഗീകരിച്ച കാര്യമാണ്, ലോകം അംഗീകരിച്ച കാര്യമാണ്, വിശുദ്ധ ബൈബിൾ ആമേൻ അതിനെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ ശലോമോന്റെ ജ്ഞാനമെന്ന് പറയുന്നത് ലോകപ്രസിദ്ധമാണ്. ജ്ഞാനികളിൽ ജ്ഞാനിയായിട്ടാണ് നാം ശലോമോനെ കാണുന്നത്. അദ്ദേഹമാണ് ഇവിടെ ഈ വാക്യം സദൃശ്യവാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു.
അപ്പൊ നമുക്കൊരു സന്ദേഹമുണ്ടാകും, ഈ ബുദ്ധിമാൻ ആരാണ്? ലോകപ്രകാരം ശലോമോനെ പോലെ ജ്ഞാനിയുള്ള വ്യക്തിയാണോ, ബുദ്ധിയുള്ള വ്യക്തിയാണോ ഈ ബുദ്ധിമാൻ എന്ന് ഇവിടെ വിവക്ഷിക്കുന്നത്? എൻ്റെ ഭാഷ്യം പറയാം, ഒരിക്കലുമല്ല. കാരണം പ്രൈസ് ദി ലോർഡ്, ശലോമോന്റെ അന്ത്യം നാം പഠിച്ചാൽ, ശലോമോന്റെ ജീവിത സമാപ്തി നാം വിലയിരുത്തിയാൽ, പ്രത്യേകിച്ച് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെയൊക്കെ പട്ടിക എഴുതി വരുമ്പോൾ അതിനകത്ത് നാം പ്രതീക്ഷിക്കുന്ന ഒരാളുടെ പേരുണ്ട്, അതാണ് സോളമൻ. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് അതിനകത്തില്ല. കാരണം അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൽ നിന്ന് ജ്ഞാനം ഏറ്റെടുത്ത മനുഷ്യനായിരുന്നു, ജ്ഞാനത്താൽ നിറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ജീവിതത്തിന്റെ സായാഹ്നത്തോടടുക്കുമ്പോൾ, ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം ദൈവത്തിൽ നിന്ന് മാറി മാറി വഴുതി മാറുന്ന ഒരനുഭവമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ശലോമോനെ പോലെ ബുദ്ധിയുള്ള, ലോകപ്രകാരമുള്ള ബുദ്ധിയുള്ള മനുഷ്യനെ കുറിച്ചല്ല ഈ ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെയോ അവൻ ഒഴിഞ്ഞു പോകുന്നു എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ബുദ്ധിമാന്മാരെ കുറിച്ചല്ല എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ജ്ഞാനം ആവശ്യമാണ്, ജ്ഞാനം ആലിംഗനം ചെയ്യണം, ജ്ഞാനം സമ്പാദിക്കണം എന്നൊക്കെ നാം സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. ജ്ഞാനം എന്ന് പറയുന്നത്, അറിവെന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലും എല്ലാവർക്കും അനിവാര്യമായ, ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഒന്നാണ്. അത് നിന്നെ ഉയർത്തും, അത് നിനക്ക് മാനം വരുത്തും എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അറിവുള്ള ഒരാളെ അവൻ എത്ര നിറത്തിലോ സമ്പത്തിലോ കുറഞ്ഞയാളാണെങ്കിൽ പോലും അറിവുള്ള ആളുകളെ ലോകം അംഗീകരിക്കുമെന്നുള്ളത് സത്യമായ കാര്യമാണ്. അത് ലോകത്തിന്റെ കണക്കുകളാണ്. എന്നാൽ വേദപുസ്തകത്തിൽ ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു എന്ന് പറയുന്നത് ലോകപ്രകാരമുള്ള സകലത്തിനെ കുറിച്ചുമുള്ള അറിവ് പ്രാപിച്ച വ്യക്തിയെ കുറിച്ചല്ല എന്ന് ഞാൻ മുമ്പോട്ട് നിങ്ങളുടെ മുമ്പിൽ വെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ലോകപ്രകാരമുള്ള ജ്ഞാനം, ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കി എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കാരണം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ജ്ഞാനം അന്വേഷിക്കുന്നവരാണ്, അറിവന്വേഷിക്കുന്നവരാണ്, നോളജ് അതിന്റെ പുറകെ പോകുന്നവരാണ്. കാരണം ജ്ഞാനികളായ ഒരുപാട് താത്വികന്മാർ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. അരിസ്റ്റോട്ടില്, സോക്രട്ടീസ്, പ്ലേറ്റോ, ആദ്യമായ ഒരുപാട് താത്വികന്മാരുടെ തത്വചിന്തകൾ ഗ്രീക്കരെ സംബന്ധിച്ചിടത്തോളം, യവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പ്രാധാന്യം കൊടുക്കുന്ന. പക്ഷെ കർത്താവിന്റെ വചനം പറയുകയാണ്, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, എന്നാൽ ഈ യവനന്മാർക്കാകട്ടെ, യഹൂദന്മാർക്കാകട്ടെ ഇടർച്ചയായ ക്രൂശിന്റെ വചനമാണ് നശിച്ചു പോകുന്നവർക്ക് ദൈവശക്തിയായി മാറുന്നത് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ലോകപ്രകാരമുള്ള ബുദ്ധിമാന്മാരെ കുറിച്ചല്ല സദൃശ്യവാക്യങ്ങളിൽ പറയുന്ന ബുദ്ധിമാൻ എന്ന് പറയുന്നത്. പിന്നെ ആരാണ്? വേദപുസ്തകത്തിൽ മേലോട്ട് ജീവയാത്ര ചെയ്യുന്ന, പാതാളത്തെ ഒഴിഞ്ഞു പോകുന്ന ബുദ്ധിമാനായ മനുഷ്യനാരാണ്? പ്രൈസ് ദി ലോർഡ്. ലോകപ്രകാരമുള്ള എൻസൈക്ലോപീഡിയയുടെ ജ്ഞാനം മുഴുവനും ആർജിച്ചെടുത്ത മനുഷ്യനാണോ? ഒരിക്കലുമല്ല. പിന്നെ ആരാണ്? അതിന് ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. ഒന്നാമത്, ആരാണ് ബുദ്ധിമാൻ? വിശുദ്ധ ബൈബിൾ നാം വായിക്കുമ്പോൾ സങ്കീർത്തന പുസ്തകം 14:1-2 നാം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. മൂഢൻ പറയാണ് ദൈവമില്ല. എന്നാൽ അടുത്ത വാക്യം 14-ാം സങ്കീർത്തനം വായിക്കുന്നവർക്കറിയാം, അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ബുദ്ധിമാൻ ആരാണ്? പ്രൈസ് ദി ലോർഡ്. മൂഢൻ പറയുന്നു ദൈവമില്ല. എന്നാൽ ബുദ്ധിമാൻ ആരാണ്? വചനം പറയുകയാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബുദ്ധിമാൻ ആര്? ബുദ്ധിമാൻ മറ്റാരുമല്ല. ആരാണോ
ദൈവത്തെ അന്വേഷിക്കുന്നത്. ആ അന്വേഷിക്കുന്ന വ്യക്തിയാണ് ദൈവത്തിന്റെ മുമ്പിൽ ബുദ്ധിമാൻ. അവന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, അവൻ കീഴെയുള്ള പാതാളത്തെയോ ഒഴിഞ്ഞു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു വ്യക്തി തന്റെ ആയുസ്സിന്റെ നടുവിൽ ദൈവത്തെ അന്വേഷിക്കാൻ തയ്യാറായാൽ, ഏതാണ് ദൈവം, എന്താണ് ദൈവത്തെക്കുറിച്ചുള്ള ആളുകളുടെ ചിന്തകൾ? നമുക്കറിയാം, ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം എല്ലാ മനുഷ്യർക്കുമുണ്ട്. ആമേൻ. ആമേൻ. പല ആളുകൾ പറയുന്നത് പോലെ തൂണിലും തുരുമ്പിലും എലിയിലും പുലിയിലും മണ്ണിലും മലയിലും എല്ലാം ദൈവമുണ്ട്, ദൈവത്തിന്റെ സങ്കല്പമുണ്ട് എന്ന് ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ദൈവിക ദൈവത്തിനെ അന്വേഷിക്കുന്ന സ്വഭാവം എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പൗരാണ കാലഘട്ടത്തിലെ കുറിച്ച്, ദൈവിക ചിന്തകളെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ നമുക്ക് കേട്ടിട്ടുള്ളത്, മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതാണ്. വലിയ കൊടിയ വലിയ കാറ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ വലിയ ശക്തിയോടെ കാറ്റടിക്കുന്നത് കണ്ടപ്പോൾ, കാറ്റിന്റെ പ്രഭാവം കണ്ടപ്പോൾ, അതിന്റെ ശക്തി കണ്ടപ്പോൾ ചിലർ പറഞ്ഞു, ഇത്രയും ശക്തിയും പ്രഭാവവും കാറ്റിനുള്ളത് കൊണ്ട് കാറ്റിനെ ആളുകൾ ദൈവമായി ആരാധിക്കുവാൻ തുടങ്ങി. വലിയ കാട്ടുതീ വന്നപ്പോൾ ആളുകൾ രക്ഷപ്പെടാനായി വലിയ പാറപ്പുറങ്ങളിൽ അഭയം പ്രാപിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഈ വലിയ കാട്ടുതീയിൽ നിന്ന് ഈ പാറ നമ്മെ രക്ഷിച്ചതുകൊണ്ട് പാറയെ ദൈവമായി ആളുകൾ സങ്കല്പിക്കുവാൻ തുടങ്ങി. വലിയ വൃക്ഷങ്ങളിൽ കിളികൾ കൂടുകൂട്ടുന്നു, മഴയിൽ നിന്നും വെയിലിൽ നിന്നും അവ സംരക്ഷിക്കപ്പെടുന്നു. അതിന്റെ തണലിൽ ചൂടേറിയ പകലിന്റെ വേളകളിൽ ആളുകൾ വിശ്രമിക്കുന്നു, മൃഗങ്ങൾ വിശ്രമിക്കുന്നു. അപ്പോൾ ഇത്രയും ഒക്കെ വിശ്രമ കേന്ദ്രമായി, തണലായി, താങ്ങായി ഒക്കെ വലിയ വൃക്ഷങ്ങൾ, വടവൃക്ഷങ്ങൾ തീർന്നപ്പോൾ ആളുകൾ വടവൃക്ഷങ്ങളെ ദൈവമായിട്ട് ആരാധിക്കുവാൻ തുടങ്ങി. ഇതാണ് മനുഷ്യന്റെ ദൈവസങ്കല്പം എന്ന് പറയുന്നത്. കവിയുടെ ഭാവനയിൽ നമുക്ക് പറയാൻ കഴിയുന്നത്, ഒരേ സമയത്ത് പല കാര്യങ്ങൾ കാണാൻ കഴിയണമെങ്കിൽ പല തലകൾ ഉണ്ടാകണം. അങ്ങനെ പല തലകൾ ഉണ്ടായി. ഒരേ സമയത്ത് പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പല കരങ്ങൾ ഉണ്ടാകണം ദൈവങ്ങൾക്ക്. അല്ലെങ്കിൽ ഒരിക്കലും ഒരു ദൈവത്തിനും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ പല കരങ്ങൾ ദൈവങ്ങൾക്കുണ്ടായി. ഇങ്ങനെയൊക്കെയാണ് ദൈവസങ്കല്പങ്ങളെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ലോകത്തിലെ ചരിത്രം പഠിച്ചാൽ ഇങ്ങനെയാണ് പലരുടെയും അകത്ത് ദൈവിക വിശ്വാസങ്ങൾ കടന്നു വന്നിട്ടുള്ളത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏകദൈവ ബഹുദൈവ വിശ്വാസങ്ങളൊക്കെ ലോകത്തിൽ ഉണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ പ്രൈസ് ദി ലോർഡ്, വിശുദ്ധ ബൈബിളിലെ ഒരു വാക്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട്. അതിങ്ങനെയാണ്, നിങ്ങളുടെ പണ്ട് കാലഘട്ടത്തിൽ, അജ്ഞാത കാലഘട്ടത്തിൽ നിങ്ങൾ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവയ്ക്ക് അടിമപ്പെട്ടിരുന്നു. എന്നാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുന്നു, നിങ്ങൾ ദൈവത്തെയും ദൈവം നിങ്ങളെയും അറിഞ്ഞിരിക്കുന്നു എന്ന് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, ഗലാത്യ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ യോഗ്യത എന്താണ്? ദൈവത്തിന് സ്തോത്രം. കാണുന്നതിനെയെല്ലാം ദൈവമായി ആരാധിക്കുവാൻ കഴിയുമോ? ഏതെങ്കിലും അത്ഭുത കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ ദൈവങ്ങളായിട്ട് ഇന്ന് മനുഷ്യ ദൈവങ്ങളുടെ എണ്ണം കുറയുകയല്ല, കൂടുകയാണ്. പക്ഷേ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവസ്വർഗത്തിൽ നിന്ന് നോക്കുന്നത് ഇപ്രകാരം ഒന്നിനെയല്ല. ദൈവമാകണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ, ദൈവമാകണമെങ്കിൽ ദൈവം സർവശക്തനാകണം. ദൈവത്തിന് സ്തോത്രം. ദൈവമാകണമെങ്കിൽ ദൈവം സർവവ്യാപിയാകണം. ദൈവമാകണമെങ്കിൽ ദൈവം സർവജ്ഞാനിയാകണം. ദൈവമാകണമെങ്കിൽ ദൈവം എന്താകണം? വിശുദ്ധനാകണം. ദൈവമാകണമെങ്കിൽ ആദിയും അന്തവും ഉണ്ടാകാൻ പാടില്ല. പ്രൈസ്. ഇതൊക്കെയാ ദൈവം എന്ന് പറയുന്നത്. ഈ സ്വഭാവ സവിശേഷതകൾ എവിടെയുണ്ടോ അതത്ര ദൈവം. പ്രൈസ് ദി ലോർഡ്. സർവശക്തനാകണം ദൈവം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പ്രകൃതിയുടെ മേൽ, മരണത്തിന്റെ മേൽ, രോഗത്തിന്റെ മേൽ, പിശാചിന്റെ മേൽ ഒക്കെ അധികാരം, അതിന്മേലൊക്കെ ജയമുണ്ടാകണം ദൈവത്തിന്. അങ്ങനെയാണ് ദൈവമാകണമെങ്കിൽ തീരുന്നു. ഒരു കളക്ടർക്ക് കളക്ടറുടേതായ യോഗ്യതയുണ്ട്, അല്ലേ? കളക്ടർ എന്ന് പറഞ്ഞാൽ IAS കാരനാകണം, അല്ലാതെ കളക്ടറാകാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഒരു കളക്ടർക്ക് കളക്ടറുടെ
യോഗ്യതയുണ്ടെങ്കിൽ, ഒരു MLA എന്ന് പറയുമ്പോൾ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെ ഒരു അർഹതയുണ്ടെങ്കിൽ, ഒരു പൂജാരിക്ക് പൂജാരിയുടേതായ യോഗ്യതയുണ്ടെങ്കിൽ, ഒരു അല്ലെങ്കിൽ ഒരു ആചാര്യന് ആചാര്യൻ്റെതായ യോഗ്യതയുണ്ടെങ്കിൽ, ഒരു ഗുരുവിന് ഗുരുവിൻ്റെതായ യോഗ്യതയുണ്ടെങ്കിൽ, അർഹതയുണ്ടെങ്കിൽ, യോഗ്യതയുണ്ടെങ്കിൽ, ദൈവത്തിനെന്താ ഒരു യോഗ്യതയുമില്ലേ? ദൈവമെന്ന് പറയുന്ന എന്തും ദൈവമാണോ? ഒരിക്കലുമല്ല. പിന്നെയോ ദൈവമെന്ന് പറഞ്ഞാൽ സർവശക്തനാണ്, ദൈവമെന്ന് പറഞ്ഞാൽ സർവവ്യാപിയാണ്, ദൈവമെന്ന് പറഞ്ഞാൽ സർവജ്ഞാനിയാണ്, ദൈവമെന്ന് പറഞ്ഞാൽ ഹോളിയാണ്, വിശുദ്ധനാണ്, ദൈവമെന്ന് പറഞ്ഞാൽ ആദിയും അന്തവും ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ദൈവം എന്ന് പറയുന്നത്. ഇങ്ങനെ സ്വഭാവങ്ങൾ എവിടെ, ആർക്ക്, എപ്പോൾ നാം കാണുന്നുവോ അതത്രേ ദൈവമെന്ന് പറയുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ആരാണ്? മറ്റാരെക്കുറിച്ചും എനിക്ക് പറയാനില്ല. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയട്ടെ. അവൻ സർവശക്തനായ ദൈവമാണ്. എന്താണ് തെളിവ്? അവൻ യേശു ക്രിസ്തു പറഞ്ഞപ്പോൾ പ്രകൃതിയുടെ മേൽ പ്രകൃതി അടങ്ങുവാനിടയായി, സാത്താൻ വിട്ടുമാറുവാനിടയായി, രോഗങ്ങൾ സൗഖ്യമാകുവാനിടയായി, പാപികൾ മാനസാന്തരപ്പെടുവാനിടയായി. യേശു ക്രിസ്തുവിന് മുമ്പിൽ മടങ്ങാത്ത ഒരു ശക്തിയുമില്ലായിരുന്നു. മരണം പോലും യേശു മരണത്തെ പോലും തോൽപ്പിക്കുവാനിടയായി. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു സർവശക്തനാണ്, സർവവ്യാപിയാണ് യേശു. എന്താണ് തെളിവ്? ഇപ്പോൾ ഞാൻ പ്രസംഗിച്ച് കൊണ്ട് നിൽക്കുന്ന ഉത്തരഭാരതത്തിലൊരു വലിയ സിറ്റിയിൽ നിന്നുകൊണ്ടാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിലാകട്ടെ, ലോകത്തിന്റെ ഏത് വൻകരകളിലാകട്ടെ, സകല ഹൃദയങ്ങളെയും ആരാഞ്ഞറിയുന്നവനാണ് ഞാൻ ആരാധിക്കുന്ന പ്രസംഗിക്കുന്ന യേശു. അതുകൊണ്ട് തന്നെ അവൻ സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണോ? തീർച്ചയായിട്ടും. ഇവിടെ മാത്രമല്ല, ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ് യേശുവിന്റെ സാന്നിധ്യം. അതുകൊണ്ട് തന്നെ യേശു ആരാണ്? സർവവ്യാപിയാണ്. ദൈവം ആദിയും അന്തവും ഇല്ലാത്തവനാണ്. യെസ്, ആമേൻ. യേശു കർത്താവ് ആരാണ്? ആദിയും അന്തവും ഇല്ലാത്തവനത്രേ. അതുകൊണ്ട് തന്നെ യേശു ആരാണ്? യേശു ആരംഭവും അവസാനവും ഇല്ലാത്തവനാണ്. മനുഷ്യൻ എന്ന നിലയിൽ ഈ ലോകത്തിൽ അവതരിച്ച് മനുഷ്യന്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി താൽക്കാലികമായി കുറെ കാലം ഒരു മനുഷ്യനായി അവതരിച്ചു, ജീവിച്ചു എന്നുള്ളത് സത്യമാണെങ്കിലും, ആൽഫയും ഒമേഗയും ആദിയും അന്തവും ഇല്ലാത്തവനായ യേശുവിനെ ആണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. യേശു സർവശക്തനാണ്, യേശു സർവവ്യാപിയാണ്, യേശു സർവജ്ഞാനിയാണ്, യേശു വിശുദ്ധനാണ്. അനേക ദൈവങ്ങളുടെ അടുക്കലേക്ക് ആളുകൾ അടുത്തു ചെല്ലുമ്പോൾ അശുദ്ധനായ മനുഷ്യൻ വിശുദ്ധനായ ദൈവത്തെ അവൻ സ്പർശിച്ചാൽ അശുദ്ധനായി മാറുമെന്ന് വിശ്വാസം യേശുവിനില്ല. യേശുവിന്റെ അടുക്കൽ എത്ര അശുദ്ധർ വന്നോട്ടെ, എത്ര കൊടിയ പാപികൾ വന്നോട്ടെ, അവൻ സ്പർശിച്ചാൽ തീർച്ചയായിട്ടും യേശുവിന്റെ സ്പർശനത്താൽ യേശു അശുദ്ധനാകുകയല്ല, യേശുവിനെ സ്പർശിച്ചത് കൊണ്ട് അശുദ്ധനാകുകയല്ല, പിന്നെയോ യേശു അവനെ വിശുദ്ധനാക്കുകയാണ്. കാരണം ദൈവം വിശുദ്ധനാണ്, പരിശുദ്ധനാണ്. മനുഷ്യന് കളങ്കമേൽപ്പിക്കാൻ കഴിയുള്ളതല്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് തന്നെ ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ യോഗ്യതകളിൽ നിറഞ്ഞു നിൽക്കുന്ന കർത്താവായ യേശുവിനെ അന്വേഷിക്കുന്ന, സർവശക്തനായ ദൈവത്തെ അന്വേഷിക്കുന്ന ഏവനും ദൈവത്തിന്റെ മുൻപാകെ, നമ്മെ പടച്ചവന്റെ മുൻപാകെ, നമ്മെ നിർമ്മിച്ച കർത്താവിന്റെ മുൻപാകെ നാം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനായി മാറുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ഈ പകലിൽ ഒരു വചനം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ദൈവത്തെ അന്വേഷിക്കുവാൻ ആരെങ്കിലും തയ്യാറായാൽ ദൈവത്തെ അന്വേഷിക്കുന്നവൻ അവൻ പ്രതിഫലം നൽകുന്ന ദൈവമാണ്. ആമേൻ. സ്തോത്രം. ദാനിയേൽ പ്രവചനത്തിൽ ഒരു സംഭവം ഉണ്ടായി. രാജാവ് വലിയൊരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ട ശേഷം ആ സ്വപ്നം അദ്ദേഹം മറന്നുപോയി. പിറ്റേ ദിവസം വളരെ അസ്വസ്ഥനായി എഴുന്നേറ്റ് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം പഠിക്കുമ്പോൾ അദ്ദേഹം അവിടെയുള്ള മന്ത്രവാദികൾ, ശകുനവാദികൾ, ആഭിചാരം ചെയ്യുന്ന ആളുകൾ, സകല ആളുകളെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു, പക്ഷെ ഞാൻ മറന്നുപോയി. എന്നാൽ ഞാൻ വളരെ അസ്വസ്ഥനാണ്. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങളുടെ കഴിവുകൊണ്ട്
ഞാൻ കണ്ട സ്വപ്നവും അതിൻ്റെ അർത്ഥവും പറയണം. അവർ പറഞ്ഞു, രാജാവേ, അങ്ങ് പറയുന്ന കാര്യം അസാധ്യമാണ്, അസംഭവമാണ്. കാരണം ഭൂമിയിൽ ജഡവാസമില്ലാത്ത ആത്മാക്കൾക്കല്ലാതെ ദൂതന്മാർക്കല്ല ഇത് പറയാൻ കഴിയില്ല. അങ്ങ് ആ സ്വപ്നം പറ, അതിൻ്റെ അർത്ഥം ഞങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാജാവ് പറഞ്ഞു, ഇല്ല, എനിക്കറിയില്ല, നിങ്ങൾ ഇത് രണ്ടും പറയേണ്ടി വരും. ആമേൻ. അദ്ദേഹം ഒരു കാര്യം കൂടെ എടുത്തു പറഞ്ഞു, അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ കൊന്നുകളയുമെന്ന് രാജാവ് അവിടെ കൽപ്പന പുറപ്പെടുവിക്കുവാനിടയായി. ആളുകൾ വളരെ അസ്വസ്ഥരായി. ആളുകൾക്ക് മനസ്സിലായി പറയുവാൻ കഴിയില്ല. ആ സമയത്താണ് ആ നാട്ടിൽ ജീവിച്ചിരുന്ന ബാബേലിലെ 2-3 ചെറുപ്പക്കാർ വന്നേച്ച് ആമേൻ ഒരുമിച്ച് അവർ വിഷയം മനസ്സിലാക്കി. ആമേൻ. ദാനിയേൽ തന്റെ സ്നേഹിതന്മാരോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ദൈവത്തെ അന്വേഷിക്കാം, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാം. സർവശക്തനായ ദൈവം ഇതിനൊരു നീക്കുപോക്ക് നൽകാതിരിക്കുകയില്ല. അവര് ബൈബിൾ വായിക്കുന്നത് അവരൊരുമിച്ച് മുട്ടുമടക്കി ദൈവത്തെ അന്വേഷിക്കുവാൻ തുടങ്ങി. ഈ രാജാവ് പറഞ്ഞ കാര്യത്തിന് ഒരർത്ഥം പറഞ്ഞു കൊടുക്കണം, അതിനൊരു വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കണം. രാജാവിന് ഉത്തരം കൊടുത്തില്ലെങ്കിൽ തങ്ങൾ ഉൾപ്പെടെ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവർ ദൈവത്തെ അന്വേഷിക്കുവാൻ ആമേൻ അവരൊരുമിച്ച് കൂടി. അവരിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഈ രഹസ്യങ്ങളെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതായി കാണാൻ കഴിയുന്നു. ഈ പകലിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. രാജാവിന്റെ സ്വപ്നത്തെ പ്രതിയാണ് അവർ ദൈവത്തെ അന്വേഷിച്ചതെങ്കിൽ ഞാൻ പറയുന്നു, ജീവനുള്ള ദൈവത്തെ അന്വേഷിക്കുവാൻ ഏതെങ്കിലും ഒരു വ്യക്തി ജീവിതത്തിന്റെ തകർച്ചയുടെ ഈ നടുവിൽ, പ്രതിസന്ധികളുടെ ഈ നടുവിൽ, പ്രതികൂലത്തിന്റെ ഈ നടുവിൽ ആരെങ്കിലും കർത്താവിനെ അന്വേഷിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവർക്ക് ആകാശമണ്ഡലങ്ങൾ കീറിമുറിച്ചുകൊണ്ടവന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വന്ന് പ്രതിഫലങ്ങളെ കൊടുക്കുന്ന, വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്ന, അവന്റെ ബലഹീനതകളെ മാറ്റുന്ന, അവനെ അനുഗ്രഹിക്കുന്ന ഒരു നല്ല ദൈവത്തെയാണ് ഞാനിവിടെ പ്രസംഗിക്കുന്നത്. ആ ദൈവത്തെ അന്വേഷിക്കുന്നവർ ദൈവത്തിന്റെ മുൻപിൽ ബുദ്ധിമാന്മാരാണ്. ദൈവമില്ല എന്ന് മൂഢനാണ് പറയുന്നത്. മൂഢൻ പറഞ്ഞുകൊണ്ട് ദൈവമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് തൻ്റെ മനോവികാരങ്ങൾക്കും തൻ്റെ ഇച്ഛകൾക്കും ജഡത്തിന്റെ അഭിലാഷകൾക്കും അനുസരിച്ച് ജീവിച്ച് ഒടുവിൽ 6 അടി മണ്ണിൽ നീറി ഒടുങ്ങി ജീവിതത്തിൽ നിത്യനാശത്തിലേക്ക് മാറിപ്പോകുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്റെ ജീവയാത്ര കീഴോട്ടല്ല, വിശുദ്ധ ബൈബിൾ പറയുകയാണ്, അവന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെയോ അവൻ ഒഴിഞ്ഞു പോകുന്നു. ആകയാൽ എൻ്റെ സഹൃദയരായ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തെ അന്വേഷിക്കുക. ദൈവത്തെ അന്വേഷിക്കുവാൻ, ആ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനായി മാറുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ക്ഷണിക്കുകയാണ്. ദാനിയേൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ, ശിശുരൂപിയായ, സച്ചിദാനന്ദനായ, സർവത്തിൻ്റെ മേലും സർവാധികാരമുള്ള കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ അന്വേഷിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ അവന്റെ ജീവിതത്തിന്റെ ഗതി മാറ്റി, അവനെ ജീവയാത്രയിൽ പുരോഗതികൾ നൽകി, അഭിവൃദ്ധികൾ നൽകി, സവിശേഷമായ പദവികൾ നൽകി അവനെ ഉയർത്തുവാൻ ദൈവം മതിയായ ദൈവമാണ്. അതത്രേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ബുദ്ധിമാന്മാരായ ആളുകളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ബ്ലെസ്സിങ്. സ്തോത്രം. രണ്ടാമത്, ആരാണ് ബുദ്ധിമാൻ? പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു തന്റെ ഗിരിപ്രഭാഷണം മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ യേശുവിൻ്റെ ഗിരിപ്രഭാഷണമാണ്. ഗിരിപ്രഭാഷണത്തിൻ്റെ ഒടുവിൽ 7-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, കർത്താവ് തൻ്റെ അടുക്കൽ വന്ന പുരുഷാരത്തോട്, ശിഷ്യന്മാരോട്, സകല ആളുകളോടും പറയുകയാണ്, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യന് തുല്യനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ആരാണ് ബുദ്ധിയുള്ള മനുഷ്യൻ? യേശു പറയുകയാണ്, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട്
വീട് പണിയുന്ന വ്യക്തിയാണ് ബുദ്ധിമാൻ. പ്രൈസ് ദി ലോർഡ്. എന്താണ് അതിന്റെ അർത്ഥം? ആരാണ് ദൈവത്തിന്റെ മുൻപിൽ ബുദ്ധിമാൻ? അവിടെ വായിക്കുന്നത് പോലെ ആരെല്ലാം യേശുക്രിസ്തുവിന്റെ വചനം കേട്ട് ആ വചനത്തിന്റെ മേൽ വീട് പണിയുന്നവൻ. വീട് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും വേദപുസ്തക പരിജ്ഞാനമുള്ള ആളുകൾക്കറിയാം, വീടെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെയാണ്, നമ്മുടെ ആത്മീയതയാണ്, നമ്മുടെ ഈ ലോക ആയുസ്സിനെയാണ് ഇവിടെ അവൻ കാണിക്കുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തെ ദൈവവചനമാകുന്ന അടിസ്ഥാനത്തിന്റെ മേൽ പണിയുക. പ്രൈസ് ദി ലോർഡ്. പണിയുമ്പോൾ ദൈവവചനം എന്ന് പറയുന്ന അടിസ്ഥാനത്തിന്റെ മേൽ ആരെല്ലാം തൻ്റെ വീട് പണിയുന്നുവോ ആ പണിയുന്നവരെല്ലാം വേദപുസ്തകം പറയുകയാണ്, കർത്താവ് പറയുകയാണ്, അവർ ബുദ്ധിമാന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവിടെ രണ്ട് വ്യക്തികൾ വീട് പണിയുന്നതിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ഒന്ന്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ബുദ്ധിമാനായ ആൾ, ആമേൻ, ആളെ കുറിച്ച് അടിസ്ഥാനമിട്ട് വചനത്തിന്മേൽ വീട് പണിയുന്നു. വേറൊരാൾ അവിടെ ഒരു വീട് പണിതു. അദ്ദേഹം പണിത വീട് മണലിന്മേലാണ്. ഒത്തിരി അടിസ്ഥാനമൊന്നുമില്ല, മണലിന്മേൽ വീട് പണിയുകയാണ്. നോക്കൂ, മണലിന്മേൽ ഒരാൾ വീട് പണിതുകൊണ്ടിരിക്കുന്നു. വളരെ കുഴിച്ച് പ്രയാസപ്പെട്ട് അടിസ്ഥാനമിട്ട് വേറൊരാൾ വീട് പണിയുകയാണ്. മണലിന്മേൽ വീട് പണിത ആളിന്റെ വീട് പണി വളരെ പെട്ടെന്ന് തീർന്നു. മനോഹരമായി അദ്ദേഹം അത് പണിത് തീർത്തു. കാരണം അദ്ദേഹത്തിന് അടിസ്ഥാനമിടേണ്ട കാര്യമില്ലായിരുന്നു. മണലിന്മേലാണ് പണിതിരിക്കുന്നത്. വളരെ വേഗം അദ്ദേഹത്തിന്റെ വീടിന്റെ പണി തീർത്തു. എന്നാൽ ഇപ്പുറത്തൊരു മനുഷ്യൻ, അദ്ദേഹം തന്റെ വീട് പണിയുകയാണ്. പക്ഷെ ആ വീട് പണിയുന്നയാൾ ഇച്ചിരി സമയമെടുത്താണ് പണിയുന്നത്, അടിസ്ഥാനമിട്ടാണ് പണിയുന്നത്. അതിനെ നോക്കി ആളുകൾ ഒരുപക്ഷെങ്കിൽ പറയുവാൻ ഇടയായിത്തീരും, നോക്കൂ, രണ്ടുപേര് വീട് പണിയാൻ തുടങ്ങി. ഒരാളുടെ വീടിന്റെ പണി എത്ര പെട്ടെന്ന് തീർന്നു, അത് പണിത് അദ്ദേഹം അതിൽ താമസം തുടങ്ങി. വേറൊരാൾ നോക്കൂ, അദ്ദേഹം എത്ര നാളായി വീട് പണിയാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഫൗണ്ടേഷൻ പോലും ഇട്ടിട്ടില്ല. ഫൗണ്ടേഷൻ ഇട്ടിട്ട് എത്ര നാൾ കഴിഞ്ഞാണ് അദ്ദേഹത്തിന് ബാക്കിയുള്ള പണികൾ പൂർത്തീകരിക്കാൻ എത്രയോ സമയമെടുത്തു. ശരിയാണ്, ഇത് കുറെ കാലങ്ങൾ മുമ്പോട്ട് പോയി. ഒരു ദിവസമാണ് ഇതിന്റെ വ്യത്യാസം മനസ്സിലായത്. എങ്ങനെ മനസ്സിലായി? വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, അതിന്മേൽ അലച്ചു. പ്രൈസ് ദി ലോർഡ്. മണലിന്മേൽ വീട് പണിത ആ മനുഷ്യന്റെ വീട് വീണുപോയി. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് ലോകത്തിലെ എല്ലാ ആളുകളെയും ഈ മഹാമാരി COVID-19 എന്ന് പറയുന്ന ഈ മഹാമാരി എല്ലാ ആളുകളെയും ബാധിച്ചിരിക്കുകയാണ്. കേവലം കേരളത്തെയോ ഇന്ത്യ മഹാരാജ്യത്തെയോ അല്ല, ലോകത്തിൽ 219 രാജ്യങ്ങളിലും വ്യാപിച്ചു കഴിഞ്ഞു. ലോകത്തിന്റെ പോലീസ് എന്ന് പറയുന്ന അമേരിക്കയെ പോലും ഭയപ്പെടുത്തുന്ന നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിലേക്ക് നോക്കിയാൽ കോടിക്കണക്കിന് ആളുകൾ രോഗികളായി മാറി, ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഒരു വീട്ടിൽ തന്നെ ഒരുപാട് ആളുകൾ മരിക്കുവാനിടയായി തീർന്നു, ഒന്നിനു പുറകെ ഒന്നായി. ഞാൻ താമസിക്കുന്ന സ്ഥലത്തുമൊക്കെ ഒരു വീട്ടിൽ തന്നെ പല ആളുകൾ മരിക്കുവാനിടയായി തീർന്നു. വീടിന്റെ അത്താണിയായ ശരണമായ പലര് വീട്ടിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. വീടുകൾ തകർന്നുപോയി, കുടുംബങ്ങൾ തകർന്നുപോയി. മുന്നോട്ട് പോകുവാൻ വഴിയില്ലാത്ത ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, കാറ്റടിച്ചത് അടിസ്ഥാനമിട്ട വീടിന് മുകളിൽ മാത്രമല്ല, രണ്ട് വീടിനെതിരെയും കാറ്റടിച്ചു. രണ്ട് വീടിനെതിരെയും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് വളരെ പ്രതികൂലമുണ്ടായി. ലോകത്തിൽ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രതികൂലം ഒരു കുടുംബങ്ങൾക്ക്, ഒരു രാജ്യത്തിനോ ഒരു വ്യക്തിക്കോ എതിരല്ല, ആത്മീയർക്ക് മാത്രമല്ല, സകല ആളുകളെയും അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, സകല ആളുകളെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ? അല്ല, ഇവിടുത്തെ എല്ലാ ആളുകൾക്കുമുണ്ട്. ദാരിദ്ര്യം എല്ലാ ആളുകൾക്കുമുണ്ട്. വീടില്ലാത്ത കാര്യം എല്ലാ ആളുകൾക്കുമുണ്ട്. ലോകത്തിലെ എല്ലാ ആളുകളെയും ഒരുപോലെയാണ് പല കാര്യങ്ങളും ബാധിക്കുന്നത്. പക്ഷേ ചില ആളുകൾ തകർന്നു പോകുവാനിടയാകുന്നു. എന്തുകൊണ്ട് തകർന്നു പോകുന്നു? എങ്ങനെ തകർന്നു പോകുന്നു? ജീവിതത്തിൽ പിടിച്ചു നിൽപ്പാൻ
ധൈര്യമില്ലാത്തത് കൊണ്ട്, കെൽപ്പില്ലാത്തത് കൊണ്ട് ഒരു തുട വിഷത്തിലോ ഒരു മുഴം കയറിലോ ഓടുന്ന ട്രെയിനിന് മുമ്പിലോ തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ പല മരണങ്ങൾ നാം ശ്രദ്ധിക്കുകയുണ്ടായി. റാങ്ക് ലിസ്റ്റ് നഷ്ടപ്പെടുത്തില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നു. അവൻ ജീവിക്കാൻ വരുമാനമില്ല എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്തിട്ട് അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു. അങ്ങനെ ഒന്നല്ല, ഒരുപാട് കേസുകൾ ഈ ദിവസങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. വലിയ ധനാഢ്യരായ ആളുകളൊക്കെ വലിയ വലിയ വീടുകൾ, ബംഗ്ലാവുകൾ പണിത ആളുകളൊക്കെ വലിയ വീടിന്റെ മുകളിൽ നിന്ന്, വലിയ ഫ്ളാറ്റുകളുടെ മുകളിൽ നിന്ന് താഴോട്ട് ചാടി ആത്മഹത്യ ചെയ്യുന്നു. പിടിച്ചു നിൽപ്പാൻ കെൽപ്പില്ലാതെ വന്നപ്പോൾ തങ്ങളുടെ ജീവിതം തകർന്നു പോകുന്നത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വൻ തിരമാലകൾ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ ആളുകൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവരായി ഇവിടെ ഇതാ തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുന്നത് നമ്മുടെ മുമ്പിൽ നാം തുടർമാനമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. പ്രിയരെ, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് അറിയാമോ? വൻമഴയും കാറ്റും കോളും പ്രതികൂലങ്ങളും കൊറോണയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടഭാരങ്ങളും ഒക്കെ ലോകം മുഴുവനും വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് പിന്നീട് അവിടെ ഇല്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത് പോലെ ആ വീട്, മണലിൽ മേൽ വീട് പണിത മനുഷ്യന്റെ വീട് പിന്നീട് അവിടെ ഇല്ലാത്തതുപോലെ അനേകർ ഈ ഭൂഗോളത്തിൽ നിന്ന് ഒരു ചരിത്രമായി, ഫോട്ടോയായി ഒക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് പ്രൈസ് ദി ലോർഡ്, എന്ത് പ്രതികൂലങ്ങൾ വന്നാലും, എന്ത് പ്രതിസന്ധികൾ വന്നാലും ചില വീടുകൾ ഉറച്ചു നിൽപ്പാനിടയായി തീരും. ചില പ്രതികൂലങ്ങളുടെ നടുവിൽ അവർ ആടി ഉലയാതെ പാറ പോലെ ഉറച്ചു നിൽക്കാൻ കാരണമെന്താ? എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്ന മനുഷ്യൻ ബുദ്ധിയുള്ളവനാണ്. അവന്റെ മേൽ വൻമഴ ചൊരിഞ്ഞാലും കാറ്റടിച്ചാലും പ്രതികൂലത്തിന്റെ തിരമാലകൾ വന്നാലും അവൻ വീഴുകയില്ല. അവൻ ബുദ്ധിയുള്ളവനാണ്. എന്തുകൊണ്ടെന്നാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനമാകുന്ന അടിസ്ഥാനത്തിന്റെ മേൽ വീട് പണിയുന്നവൻ, തന്റെ ജീവിതം കെട്ടിപ്പൊക്കുന്നവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ബുദ്ധിയുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവരുടെ ജീവയാത്ര മേലോട്ടാണ്, താഴോട്ടല്ല, തകർച്ചയിലേക്കല്ല. അവൻ മേലോട്ട് പോകുവാൻ, ജീവയാത്ര ഉയർച്ച പ്രാപിപ്പാൻ ഇടയായിത്തീരും. ആരാണ് ബുദ്ധിമാൻ? ദൈവത്തെ അന്വേഷിക്കുന്നവൻ. ആരാണ് ബുദ്ധിമാൻ? ബൈബിൾ പറയുന്നു, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ. കർത്താവ് പ്രത്യേകം എടുത്തു പറയുന്നവർ എൻ്റെ ഈ വചനങ്ങളെ. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായം ലോകപ്രസിദ്ധമാണ്. അനേക ആളുകളെ സ്വാധീനിച്ച ഒന്നാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൻ്റെ പ്രതലമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ചിത്രമാണ്. നാം പ്രായോഗികമായി ലോകത്ത് ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് വളരെ ഹൃദ്യമായ നിലയിൽ, കൃത്യമായ നിലയിൽ പഠിപ്പിക്കുന്ന ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി തരുന്നതിനു വേണ്ടി സഹന സമരം നടത്തിയ മഹാത്മാഗാന്ധിയെ പോലെയുള്ള ആളുകൾക്ക് പ്രചോദനമായി മാറിയത് ഈ അധ്യായത്തിലെ വാക്യങ്ങളാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതിന് സാരം, പ്രായോഗിക ജീവിതത്തിന്റെ ഏറ്റവും നല്ല ചിത്രം നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നുള്ളതിന്റെ, നമ്മുടെ ചുവടുകൾ എങ്ങനെ വെക്കണമെന്ന് യേശു കർത്താവ് പഠിപ്പിക്കുന്ന ഒന്നാണ് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായം. ഗിരിപ്രഭാഷണം വിശ്വപ്രസിദ്ധമാണ്. ലോകത്തിൽ അനേക ആളുകളെ സ്വാധീനിച്ച ഒന്നാണ്. കേവലം വായിക്കുക മാത്രമല്ല, ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരായി തീരുവാൻ, അങ്ങനെ ദൈവത്തിന്റെ മുൻപിൽ ബുദ്ധിമാനായി മാറുവാൻ ഞാൻ നിങ്ങളെ ഈ വചന ശുശ്രൂഷയിലൂടെ ആഹ്വാനം ചെയ്യുകയാണ്. സ്തോത്രം. അടുത്ത ബുദ്ധിമാനെ കുറിച്ച് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ അനേക ഉപമകളിൽ ഒരു ഉപമയാണ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. 25-ാം അധ്യായത്തിൽ യേശു പല ഉപമകൾ പറയുന്നുണ്ട്. പക്ഷേ അതിലേക്ക് അല്ല ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. വിശേഷിച്ച് ഈ 25-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണല്ലോ. പ്രൈസ് ദി ലോർഡ്. സ്വർഗരാജ്യത്തെ കുറിച്ച് യേശു പറഞ്ഞപ്പോൾ, സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം. 10 കന്യകമാരോട്.
ആമേൻ. ആ സ്വർഗരാജ്യത്തെ കുറിച്ച് യേശു പറയുകയാണ്. ആമേൻ. മണവാളനെ സ്വീകരിപ്പാൻ പുറപ്പെട്ടതായ 10 കന്യകമാർ. 10 കന്യകമാർ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. സ്തോത്രം. അപ്പോൾ ഇവർ 10 പേരും ഒരുപോലെയുള്ള ആളുകളാണ് എന്നാണ് ആരംഭിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അടുത്ത വാക്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇവർ 2 ഗ്രൂപ്പായി മാറുകയാണ്. 10 കന്യകമാരാണ്. അവര് പ്രൈസ് ദി ലോർഡ് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെടുകയാണ്. അതിൽ ആമേൻ പ്രൈസ് ദി ലോർഡ് ഈ 10 പേരും ആമേൻ മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ടു. കുറച്ച് ആമേൻ സമയം കഴിഞ്ഞപ്പോൾ അതിൽ 5 പേർ ബുദ്ധിയുള്ള കന്യകമാരായി മാറി. 5 പേർ ബുദ്ധിയില്ലാത്തവരായി മാറുന്നത് അവിടെ എഴുതിയിട്ടുണ്ട്. യേശു പഠിപ്പിച്ച കാര്യമാണ്. എന്താണ് അതിന്റെ അർത്ഥമെന്ന് നമുക്കറിയാം. യേശു കർത്താവ് പറയുന്നതിന്റെ സാരം ശ്രദ്ധിക്കൂ. ഈ 10 കന്യകമാരിൽ 5 കന്യകമാര് അവരുടെ കയ്യിൽ വിളക്കുണ്ടായിരുന്നു. 10 പേരുടെ കയ്യിൽ വിളക്കുണ്ടായിരുന്നു. 10 പേരും ഒരുപോലത്തെ ആഗ്രഹമുള്ളവരായിരുന്നു, പ്രതീക്ഷയുള്ളവരായിരുന്നു, ഒരേ കാര്യത്തിന് പുറപ്പെട്ടവരായിരുന്നു. അവർ മണവാളനെ പ്രതീക്ഷിച്ചിരുന്നു. അവർ വളരെയധികം താല്പര്യത്തോടു കൂടെയാണ് അവർ ഈ കാര്യത്തിന് വേണ്ടി പുറപ്പെട്ടത്. അവർക്ക് 10 പേർക്കും ലക്ഷ്യമുണ്ടായിരുന്നു. ആമേൻ. അങ്ങനെ അവര് ആമേൻ ചെന്നെങ്കിലും അടുത്ത് നമ്മൾ വായിക്കുന്നതിൽ അതിൽ 5 പേരുടെ കയ്യില് വിളക്കോടുകൂടി എണ്ണയും എടുത്തു. എന്താ സംഭവിച്ചത്? ഈ മണവാളിനെ ഇവർ കാത്തിരുന്നു. കുറെ നേരം കാത്തിരുന്നിട്ട് കാണാത്തപ്പോൾ രാത്രിയായപ്പോൾ അവർ വിചാരിച്ചു ഇനി എപ്പോഴായിരിക്കും വരുന്നേ. അവരിങ്ങനെ കാത്തിരുന്ന് ക്ഷീണിച്ച് അവരങ്ങ് ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയത് 5 പേരല്ല. ബുദ്ധിമാന്മാരെ ഉറങ്ങാതെ ഇരിക്കും, ബുദ്ധിയില്ലാത്തവർ ഉറങ്ങിയെന്നും അല്ല അവിടെ പറയുന്നത്. 10 പേര് ഉറങ്ങിപ്പോയി. 10 പേര് ഉറങ്ങി. രാത്രിയായപ്പോൾ, അർദ്ധരാത്രിയായപ്പോൾ വലിയൊരു ആർപ്പുവിളി കേൾക്കാം. ഈ ആർപ്പുവിളി എന്താണെന്ന് അറിയാൻ വേണ്ടി ആളുകളെല്ലാം കൂടെ ഈ 10 കന്യകമാർ ചാടി എഴുന്നേറ്റപ്പോഴാണ് മനസ്സിലായത് മണവാളൻ വരികയാണ്. അതിന്റെ ആർപ്പുവിളിയാണ്. വളരെ സന്തോഷത്തോടുകൂടി അവര് 10 പേരും തങ്ങളുടെ വിളക്കുകൾ കത്തിച്ച് മണവാളനെ എതിരേൽപ്പാൻ അടുത്ത് ചെന്നപ്പോഴാണ് 5 പേർക്ക് മനസ്സിലായത് അവരുടെ 5 പേരുടെ കയ്യിൽ വിളക്കുണ്ട്, വിളക്കോടുകൂടി എണ്ണ എടുത്തിരുന്നില്ല. എന്നാൽ 5 പേരോ അവർ ബുദ്ധിയുള്ളവരായിരുന്നു. മണവാളൻ വരാൻ താമസമാണെങ്കിൽ പോലും അതിനുവേണ്ടി കാത്തിരിക്കാൻ ക്ഷമയോടുകൂടി എത്ര സമയം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാൻ അതിന് പക്വമായ നിലയിൽ അവരുടെ കയ്യിൽ എണ്ണ കൂടി പ്രൈസ് ദി ലോർഡ് സ്പെഷ്യലായിട്ട് അവര് കരുതുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. 10 പേരും കാത്തിരുന്നതല്ലേ, 10 പേരും ഉറങ്ങിപ്പോയില്ലേ, 10 പേരുടെ കയ്യിലും വിളക്കില്ലേ. ഒരുപാട് ഐക്യത, യൂണിറ്റി അവർക്കുണ്ടെങ്കിലും പ്രൈസ് ദി ലോർഡ് സമയമായപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ വായിച്ചാൽ എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതിന്റെ 13ാമത്തെ വാക്യം ഇതാണ്. ആമേൻ. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിപ്പീൻ എന്ന് പറഞ്ഞാൽ ഈ മണവാളൻ എപ്പോഴാണോ വരുന്നത് എന്ന് ആർക്കും അറിയില്ല. നാളും അറിയില്ല, നാഴികയും അറിയില്ല. ആമേൻ. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നവരാണ്. പക്ഷേ പ്രൈസ് ദി ലോർഡ് എവിടെയോ വെച്ച് കാത്തിരിക്കുന്നവർ ഒരു കരുതലില്ലാതെ പോയാൽ, അങ്ങനെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കരുതലില്ലാതെ എവിടെയെങ്കിലും നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ ആ കരുതലില്ലായ്മയല്ലേ അവർ കൈവിടപ്പെടുവാൻ കാരണമായി തീർന്നത്. നാളും നാഴികയും അറിയായികയാൽ ഉണർന്നിരിപ്പീൻ എന്ന് കർത്താവ് അവരെ പ്രത്യേകം പഠിപ്പിക്കുകയാണ്. ഇതാ കർത്താവ് മണവാളൻ വന്നു. 5 പേര് പറഞ്ഞു ഞങ്ങൾ 5 പേര് ഇല്ലാത്തവർ ഉള്ളവരോട് ചോദിച്ചു ഞങ്ങൾക്കും കൂടെ കുറച്ച് എണ്ണ തരാമോ? അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്കും നിങ്ങൾക്കും ഇല്ലാതെ വരാതിരിക്കേണ്ടതിന് ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങുക. അതിന്റെ അർത്ഥം എന്താണ്? എണ്ണ വിൽക്കുന്നവരും ഒക്കെ അവിടെ ഉണ്ട്. പക്ഷേ പ്രൈസ് ദി ലോർഡ് അവിടെ ചെന്ന് വാങ്ങാൻ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അവര് വാങ്ങാനായിട്ട് പോയി. അടുത്തത് നമ്മൾ മനസ്സിലാക്കുന്ന ഇങ്ങനെയാ പ്രിയപ്പെട്ടവര്, അവർ വന്നപ്പോഴത്തേക്കും വാങ്ങിക്കൊണ്ടൊക്കെ വന്നപ്പോഴത്തേക്കും ഈ വാതിലടച്ചു.
5 കന്യകമാർ അകത്ത് കയറി വാതിലടച്ചു. പെട്ടെന്ന് ഇവർ ഓടി വന്നേച്ച് മുട്ടുകയാണ്. വളരെ വേദനയോടെ കരഞ്ഞ് നിലവിളിച്ചു നോക്കി. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്ക് വേണ്ടി തുറന്നില്ല. ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ലെന്ന് പറഞ്ഞ് നാളും നാഴികയും അറിയായികയാൽ ഉണർന്നിരിപ്പീൻ എന്നുള്ള ഒരു സന്ദേശം അവിടെ പറയുകയാണ്. ഈ ദിവസങ്ങളിൽ ആരാണ് ബുദ്ധിമാന്മാർ? ആരെല്ലാം യേശു ക്രിസ്തുവിന് വേണ്ടി കരുതലോടെ നാളും നാഴികയും അറിയായികയാൽ, എപ്പോൾ വരുമെന്ന് അറിയായികയാൽ, ഏതു സമയത്തും കരുതലോടെ മണവാളന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടോ അവരത്രേ ബുദ്ധിമാന്മാർ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അവരുടെ ജീവയാത്ര കീഴോട്ടല്ല, അവരുടെ ജീവയാത്ര പെരുവഴിയിലേക്കല്ല, അവരുടെ ജീവയാത്ര അർദ്ധരാത്രിയിൽ ആമേൻ അന്വേഷിച്ചു പോകുകയല്ല, അവരുടെ ജീവയാത്ര മേലോട്ടാകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. 5 പേരുടെ കയ്യിൽ കരുതലില്ലായിരുന്നു. അവർക്കും ആഗ്രഹങ്ങളുണ്ട്, അവരും പ്രതീക്ഷയുള്ളവരായിരുന്നു. പക്ഷെ കരുതലില്ലാതെ, നാളും നാഴികയും അറിയാതെ അവർ തെരുവോരത്ത് വീണ്ടും കരുതലില്ലാതെ അവർ അലഞ്ഞു നടക്കുമ്പോൾ, അവർ ഹല്ലേലൂയ തെരഞ്ഞു നടക്കുമ്പോൾ, അവർ പിന്നെയും അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആമേ കരുതലോടെ കാത്തിരുന്ന ബുദ്ധിയുള്ളവരുണ്ടല്ലോ, അവർ ജീവയാത്ര മേലോട്ടാണ്. അവർ കീഴെയുള്ള ഭാവേ പാതാളത്തെയോ ഒഴിഞ്ഞു പോകുവാനിടയായി. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന ആദരണീയ ബഹുമാന്യരായ പ്രിയജനമേ, ആമേൻ, എപ്പോഴെങ്കിലും ഈ വചനം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഈ വചനങ്ങൾ ഒരനുഗ്രഹമായി തീരട്ടെ. ആമേ, ബുദ്ധിയുള്ള കന്യകമാരെ പോലെ കരുതലോടെ നാളും നാഴികയും അറിയായാൽ ഉണർന്നിരുന്നു കൊണ്ട് യേശുവിന്റെ പുനരാഗമനത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ബുദ്ധിയുള്ളവരായി മാറുവാൻ ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിച്ചുണർത്തുകയാണ്. ആരാണ് ബുദ്ധിമാൻ? ദൈവത്തെ അന്വേഷിക്കുന്ന. ആരാണ് ബുദ്ധിമാൻ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവവചനമാകുന്ന അടിസ്ഥാനത്തിന്മേൽ തന്റെ ജീവിതം പണിയുന്നവൻ. ആരാണ് ബുദ്ധിമാൻ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. കരുതലോടെ കാത്തിരിക്കുന്ന, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ഉള്ളവരത്രേ ബുദ്ധിമാന്മാർ എന്ന് പറയുന്നത്. സ്തോത്രം. ഇവരുടെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെയോ അവർ ഒഴിഞ്ഞു പോകുന്നു. എൻ്റെ ആമേൻ ഒരു വാക്കുകൂടെ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ സന്ദേശം ഞാൻ അവസാനിപ്പിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ ബുദ്ധിമാന്മാരെ കുറിച്ച് ആമേൻ അവരുടേതായ ഒരു സവിശേഷ ഒരു കാര്യം ദാനിയേൽ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൽ ആമേൻ 1 മുതൽ വായിക്കുമ്പോൾ ആമേൻ പ്രൈസ് ദി ലോർഡ് നമുക്കിങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നിലത്തിലെ പൊടിയിൽ നിന്ന് നിദ്ര കൊണ്ടവരിൽ ചിലർ നിത്യജീവനായും ചിലർ നിത്യ നിന്ദയ്ക്കുമായി ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ, പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നേക്കും ശോഭിക്കും. അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു നാൾ വരാൻ പോകുകയാണ്. ആ നാളിൽ ഈ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ ആമേൻ പ്രൈസ് ദി ലോർഡ് ശോഭിക്കാൻ പോകുകയാണ്. ആമേൻ. സ്തോത്രം. എന്നാണ് പുനരുത്ഥാനത്തിന്റെ നാളിൽ ആകാശത്ത് ആമേ യേശു കർത്താവ് ആകാശങ്ങളെ മേഘമാക്കി വാഹനമാക്കി ഇറങ്ങി വരുമ്പോൾ ആമേൻ ഇവിടെ കയറി വരുവീൻ എന്ന ദൈവശബ്ദം ആമേ ആകാശമണ്ഡലങ്ങളിൽ മുഴങ്ങുമ്പോൾ ആമേ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും എന്ന് നാം ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. ആകാശഗംഗ വിശുദ്ധന്മാരുടെ സംഗമ പറുദീസയാകുന്ന ആ നാളിൽ പ്രൈസ് ദി ലോർഡ് പ്രതിഫലം വിഭജിക്കുന്ന ഒരു ദിവസമുണ്ട്. പ്രതിഫലം വിഭജിക്കുമ്പോൾ ചിലർ നിത്യ ലജ്ജയ്ക്കായി എഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആമേൻ തീയിലൂടെ എന്ന പോലെ ചിലർ രക്ഷ പ്രാപിക്കും. എങ്കിലും ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നിത്യതയുടെ തുറമുഖത്ത് ആമേ കാര്യമായ പ്രതിഫലങ്ങളൊന്നുമില്ലാതിരിക്കുമ്പോൾ വേറെ ചിലർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ, നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നേക്കും പ്രകാശിപ്പാൻ ഇടയായിത്തീരും. ഈ കിരീടധാരണത്തെ കുറിച്ചൊക്കെ വേദപുസ്തകം പറയുന്നുണ്ടല്ലോ. 5 കിരീടത്തെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ആ 5 കിരീടം ആമേ
പ്രാപിക്കുന്ന ഒരു മനുഷ്യന്റെ ശിരസിൽ ഒരു കിരീടവും അതിന്റെ മേൽ വേറൊരു കിരീടവും അതിന്റെ മേൽ വേറൊരു കിരീടവും വെച്ചുകൊണ്ട് അവൻ സ്വർഗത്തിൽ വിരാജിക്കുമെന്ന ചിന്തയേക്കാൾ എനിക്കേറെ ഇഷ്ടപ്പെട്ടത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. യേശു കർത്താവിന്റെ പുനരാഗമന വേളയ്ക്ക് ശേഷം സ്വർഗത്തിൽ പ്രതിഫല വിഭജനം ഉണ്ടാകുമ്പോൾ കർത്താവ് ചിലരെ തേജസ് കൊണ്ട് മൂടുവാനിടയായി തീരും. പ്രൈസ്. എന്താണ് ആ തേജസ്? അതൊരു കിരീടമാണ് പ്രിയരെ. ഒരു തേജസ് അവനെ വാരി ചുറ്റുവാനിടയായി തീരും. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ തേജസ്സിന്മേൽ തേജസ്. അടുത്ത കിരീടം എന്ന് പറയുന്നത് തലയിൽ വിൽക്കുന്ന ഒരു കിരീടത്തെക്കാൾ കുറച്ചുകൂടെ വിശ്വസിക്കുവാനും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ താല്പര്യമുള്ള ഒരു തേജസ്സാണ് അടുത്തൊരു തേജസ്, പിന്നെയും അടുത്തൊരു തേജസ്, പിന്നെയും അടുത്തൊരു തേജസ്. ഇങ്ങനെ തേജസ് കൊണ്ട് തേജസ് കൊണ്ട് തേജസ് കൊണ്ട് വ്യത്യാസമുണ്ടാകുമെന്ന് പറയുന്നത് പോലെ തേജസ് കൊണ്ട് തേജസ് കൊണ്ട് ചിലർ നിറഞ്ഞ് നക്ഷത്രമണ്ഡലങ്ങളിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. പൗലോസിനെ പോലെയുള്ള ആളുകൾ തേജസ്സിനാൽ ചുറ്റപ്പെട്ടവരായി തേജഗോളമായി സ്വർഗത്തിലൂടെ വിരാജിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ബുദ്ധിമാന്മാരായ ദൈവമക്കൾ തേജസ് പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരുക്കത്തോടുകൂടെ ഈ ലോകത്തിൽ ജീവിപ്പാൻ ഇടയായി തീരട്ടെ. സ്തോത്രം. ആകാശഗംഗ വിശുദ്ധന്മാരുടെ സംഗമ പറുദീസയാകുന്ന കാലം സമാഗതമായി. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ ചിലർ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ ശോഭിക്കുവാൻ കാലമായി. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ട സഹൃദയരെ, നമ്മുടെ ആത്മീയ ജീവിതത്തെ കുറച്ചുകൂടെ വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ വീഴ്ചകളെയും പരാജയങ്ങളെയും കണ്ടുപിടിച്ചുകൊണ്ട് വീണ്ടും ദൈവസന്നിധിയിൽ അനുദപിച്ചുകൊണ്ട് ആത്മതപനം ചെയ്തുകൊണ്ട് പ്രാർത്ഥനയോടെ യേശു കർത്താവിന്റെ പുനരാഗമനത്തിനു വേണ്ടി ബുദ്ധിയുള്ളവരായി മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ വായിച്ച വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു. പ്രൈസ് ദി ലോർഡ്. അത് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നോക്കൂ, ബുദ്ധിമാനായി ദൈവത്തെ അന്വേഷിക്കുന്നവനായി ദൈവവചന പ്രകാരം ജീവിക്കുന്നവനായി പ്രൈസ് ദി ലോർഡ് കർത്താവിനെ കാത്തിരിക്കുന്നവന്റെ അവസ്ഥ നോക്കിക്കേ. അവന്റെ ജീവയാത്ര താഴോട്ടല്ല പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പോരാട്ടങ്ങളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടെങ്കിലും സമയാസമയങ്ങളിൽ ദൈവം അവന് വേണ്ടി വിടുതലുകളെ അയച്ച് കൃപ അയച്ച് അവനെ ബലപ്പെടുത്തി പ്രതിസന്ധികളുടെ നടുവിൽ അവനെ വീണ്ടും അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവന്റെ ജീവിതത്തിൽ വലിയ മുന്നേറ്റമാണ് സംഭവിക്കുന്നത്. എൻ്റെ സുഹൃത്ത് പറഞ്ഞ ഒരു കഥ ഈ അടുത്ത ദിവസം ഞാൻ കേൾക്കുവാനിടയായി. ഒരു ധനാഢ്യനായ മനുഷ്യന് ഒരു നല്ല കുതിരയുണ്ടായിരുന്നു. ആ കുതിര അവനെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രൈസ് ദി ലോർഡ് അയാളെ ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിക്കുവാനും അദ്ദേഹത്തിന് ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. കുതിരയ്ക്ക് പ്രായമായി. ഒരു ദിവസം ആ കുതിര ഒരു പൊട്ടക്കിണറ്റിൽ വീഴുവാനിടയായി തീർന്നു. പൊട്ടക്കിണറ്റിൽ വീണപ്പോൾ ആ കുതിരയെ രക്ഷിക്കണമെന്ന് ആ സ്നേഹനിധിയായ ഉടമസ്ഥന് തോന്നി. അദ്ദേഹം രക്ഷിക്കുവാൻ വേണ്ടി ഭഗീരഥ പ്രയത്നം നടത്തിയെങ്കിലും ആ കുതിരയെ അതിൽ നിന്ന് കയറ്റുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഒടുവിൽ അദ്ദേഹം വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ കുതിരയെ ആ കുഴിയിലിട്ടങ്ങ് മൂടിക്കളയാമെന്ന്. അതിനുവേണ്ടി അദ്ദേഹം ചില ആളുകളുടെ സഹായത്താൽ അതിന് ചുറ്റുമുള്ള മണ്ണ് വാരിയിട്ട് അതിനെ മൂടുവാൻ തുടങ്ങി, വെട്ടിയിട്ട് മൂടുവാൻ തുടങ്ങി. കുതിരയുടെ പുറത്തേക്ക് മണ്ണ് വീഴുമ്പോൾ ആ മണ്ണ് അതിനെ ആ കുതിര കുടഞ്ഞു കളഞ്ഞ് അതിന് മുകളിൽ കയറി നിൽക്കും. അങ്ങനെ 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 കുറെ നേരമായി ഇവർ മൂടാൻ ശ്രമിക്കുന്ന മണ്ണ് ആ കുതിരയുടെ മേൽ വീഴുമ്പോൾ കുതിര അതിനെ കുടഞ്ഞു കളഞ്ഞ് അതിന്റെ മേൽ നിന്ന് ഒടുവിൽ സംഭവിച്ചത് ആ കിണർ നിറഞ്ഞു. കുതിര അതിന് പുറത്തേക്ക് വരുവാനിടയായി തീർന്നു. ഇതുപോലെയാണ് ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നാം അതിൽ മൂടിപ്പെടുകയല്ല, അതിനെ അതിജീവിച്ച് അവന്റെ ജീവയാത്ര മുകളിലോട്ട് പൊങ്ങി വരികയാണ്. അവൻ അതിനെ ഓവർകം ചെയ്യുകയാണ്. അതിനേക്കാൾ എല്ലാം ഉപരിയായി ആ ബുദ്ധിമാന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ എഴുതിയിരിക്കുന്നത്, കീഴെയുള്ള പാതാളത്തെയോ
അവൻ ഒഴിഞ്ഞു പോകുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? വരാനിരിക്കുന്ന നിത്യമരണം, അഗ്നി, ആ നാശത്തിൽ നിന്ന്, ആ പാതാളത്തിൽ നിന്ന്, ആ നിത്യ നരകത്തിൽ നിന്ന് അവനിതാ ഒഴിഞ്ഞു പോകുകയാണ്. ഏതാണ് ആ ബുദ്ധിമാൻ? ലോകത്തിന്റെ ബുദ്ധിമാനല്ല, ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവവചന പ്രകാരം തന്നെ ജീവിതത്തെ പണിയുന്ന, കർത്താവിനെ കാത്തിരിക്കുന്ന ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ജീവിതത്തിൽ കരുതലോടെ ജീവിക്കുന്ന ഭക്തന്മാരുടെ ജീവയാത്ര മേലോട്ടാകുന്നു. അവൻ കീഴെയുള്ള പാതാളത്തെയോ ഒഴിഞ്ഞു പോകും. അവൻ എത്തുന്നത് എവിടെയാണ്? പാതാളത്തിലല്ല, നരകയാതനയിലല്ല, അഗ്നി കുണ്ഡത്തിലല്ല. അവൻ നിത്യതയെ അവകാശമാക്കും, സ്വർഗം അവകാശമാക്കും, നിത്യജീവൻ അവകാശമാക്കും. പ്രിയരെ, അങ്ങനെയുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ജീവിതം നയിക്കുവാനായി എൻ്റെ ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സന്ദേശം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. സ്വർഗസ്ഥനായ പ്രിയ കർത്താവേ, ഈ ലോക ജീവിതം താൽക്കാലികമാണല്ലോ. ദൈവത്തിൻ്റെ മുമ്പിൽ ബുദ്ധിമാന്മാരായി ജീവിപ്പാൻ, ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്ന, ഏത് സമയത്തും കരുതലോടെ ഒരുങ്ങിയിരിക്കുന്ന ബുദ്ധിമാന്മാരായി ഈ ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു കർത്താവിൻ്റെ പുനരാഗമനം സമീപമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തോടടുത്ത് അധികം പറ്റിയിരിപ്പാൻ കേൾവിക്കാരായ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കണമേ. ഈ വചനത്തിൽ ചില കാര്യങ്ങൾ പറയുവാൻ ദൈവം അടിനെയും ബലപ്പെടുത്തിയതിനായി സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാ ജനത്തെ അനുഗ്രഹിക്കുന്നു. രോഗികളായിട്ടുള്ളവർ, വേദനയിൽ ഇരിക്കുന്നവർ ഈ പകൽ വിടുതൽ പ്രാപിച്ച് ജീവിതത്തിൽ തകർന്നുപോയി എന്ന് വിചാരിക്കുന്നവർ മുന്നോട്ട് ഉയരുവാൻ, കുതിക്കുവാൻ ദൈവം ഇടയാക്കണമേ. ശത്രുവിന്റെ തന്ത്രങ്ങൾ എല്ലാം വിടുവിക്കണം. കർത്താവ്, പ്രാർത്ഥന ഘടനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ആമേൻ.